ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേശത്തിന്റെ മുഴുവൻ സ്വത്തായ മണിമാല അത് നഷ്ടപ്പെട്ട ദേവി കോപം വരും. എന്റെ ഭഗവതി, ഈ മണിമാല ഇതെവിടെ പോയി? എന്നോടോ നിന്നോടോ പറയത്തക്ക ബന്ധം നമ്മളോട് അവക്കുണ്ടെന്ന് അവക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇനി ആകെയുള്ള വഴി സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചന്ദ്രലേഖ അവളോട് ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കേ. എന്താണ് അവിടെ പ്രശ്നമെന്നൊന്ന് ചോദിച്ചറി. ഇന്നിവിടെ വന്ന നരേന്ദ്രനെ നിങ്ങൾക്ക് നേരത്തെ അറിയോ? ചോദിച്ചാ പെട്ടെന്ന് പറയണമെന്നില്ല. എങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ അറിയാൻ ശ്രമിക്കേ. ആ എടാ മഹി, എന്നാ പിന്നെ വാ. ഇനി നമ്മൾ 3 പേരും കൂടെ ഇവിടെ നിൽക്കുന്നത് നിന്റെ അമ്മ കണ്ട. ഇനി അത് മതി കോലാഹലത്തിന്. നീ വന്നേ. ശരി. പറഞ്ഞു കേട്ട് ഈ മണിമാല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ ആ പെണ്ണിന് കഴിയൂ? അവൾക്കത് പറഞ്ഞുകൊടുത്ത സ്ത്രീ മരിച്ചുപോയെന്നും അവള് പറയുന്നു. ഈ ചിന്നുവിന് ആ മണിമാലയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവോ? സാരില്ല, ഒരു വഴി ഉണ്ടാക്കാം. ആ, നാളെ രാവിലെ തന്നെ പോന്നോളൂ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. മാഡം, ഇത് ഞാനാ സാജൻ. വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ശരി മാഡം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളിവിടേക്ക് വന്നത് ആരും കണ്ടില്ലല്ലോ? ഇല്ല മാഡം. വേറെ ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ പെയിന്റേഴ്സായിട്ട് ഞാൻ വരാൻ പറഞ്ഞത്. സീതയും ചിന്നുവിനെയും ഞാൻ ഒരുമിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചന്ദ്രലേഖ അവിടേക്ക് വരാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ആ, ഇതാണ് അവിടുത്തെ കീ. വേഗം കാര്യം സാധിച്ചിട്ട് പൊയ്ക്കോ. റെഡ് കളർ ബാഗ്, അത് മാത്രം. നിങ്ങൾ അതും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും നിങ്ങളെ കണ്ടാൽ അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പെയിന്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ശരി മാഡം. ആ, എന്നാ ചെല്ല്. ഇതിന് താക്കോല് നോക്കി. നീ അവിടെ നോക്കൂ. ആ,
താക്കോൽ കിട്ടി. വാ വാ. ഇതാണോ? ഇതതിന് ചുവപ്പല്ലല്ലോ. അതല്ല എന്നോട് കിടക്കട്ടെ. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയടാ. വാ വാ. അമ്മ കയറിക്കോ, ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വരാമേ. അമ്മ കഥക പൂട്ടിയില്ലായിരുന്നോ? മണിമാല വെച്ചിരുന്ന ബാഗ് കാണുന്നില്ല. അയ്യോ, ഞാൻ ഈ അലമാരയുടെ ഉള്ളിലാ വെച്ചിരുന്ന. ഒരു ദേശത്തിന്റെ മുഴുവൻ സ്വത്തായി മണിമാല. അത് നഷ്ടപ്പെട്ട ദേവി കോപം വരും. എന്റെ ഭഗവതി, ഈ മണിമാല ഇതെവിടെ പോയി?